ഹായ് ഗൈസ്, അസ്സലാമലൈക്കും. നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന ഒരു ചെറിയൊരു ഓർക്കിഡാണ്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കാതെ നോക്കാം. ആദ്യമേ തന്നെ വേണ്ടത് നമുക്ക് കമ്പി, അതിന് ഫ്ലവർ ഷോക്സ് വേണം, കത്രിക വേണം, ത്രെഡ് വേണം. ഇത്രയും സാധനങ്ങൾ നമുക്ക് വേണം. അപ്പോൾ ഞാൻ ചെറിയ 2 ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ആ ബോട്ടിൽ എന്ന് പറഞ്ഞാൽ ഫ്ലവറിൻ്റെ ലീഫിന് നമുക്ക് കറക്റ്റ് അളവിന് വേണ്ടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യമേ നമുക്ക് ഒരു ഫ്ലവറിന് വേണ്ടത് 3 ഇതിലാണ്. 4 ഇതിൽ വേണം. 3 വലിയതിലും ഒരു കുഞ്ഞതിലാണ് വേണ്ടത്. അപ്പോൾ അതിൽ ഒരെണ്ണം ഇച്ചിരി വലുതായിരിക്കണം. ആ 2 ഇതിൽ ഒരേ അളവിലേ ആയിരിക്കണം. പിന്നെ കുറച്ചും കൂടി വലുതായിരിക്കണം അടുത്ത ഇതിൽ. അങ്ങനെ എല്ലാ എതിറുകളും നമ്മൾ കറക്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് ഫ്ലവർ ഷോക്സ് വേണം. അതിനകത്ത് ഏത് കളറാണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. വയലറ്റ് ഇപ്പോൾ എൻ്റെ ഉള്ളത് ഒരു ഗ്രേപ്പും വൈറ്റും കൂടി കൂടിയ കളറാണ്. അപ്പോൾ നമ്മളത് എടുത്തിട്ട് നമ്മളതിനകത്തേക്ക് ചുറ്റിയെടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ നല്ല ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ക്ലോത്ത് നന്നായിട്ട് ഫ്ലവർ ഷോക്സ് ആ കമ്പിയോട് ചേർത്തിട്ട് നന്നായി കട്ട് ചെയ്തിട്ട് ചുറ്റി കെട്ടുക. വേണമെങ്കിൽ അതിൻ്റെ മേളിൽ നമുക്ക് ഗ്രീൻ ടേപ്പ് ചുറ്റാം. ഗ്രീൻ ടേപ്പ് ചുറ്റുമ്പോൾ കുറച്ചും കൂടി പെർഫെക്ഷൻ നമുക്ക് കിട്ടും. അങ്ങനെ എല്ലാ ലീഫുകളും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് നല്ല ഭംഗിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് അടുത്ത് ലീഫിലേക്ക് പോവാം. എങ്ങനെയാണ് നോക്കാം ലീഫിലേക്ക് പോകുന്നത്. ലീഫുണ്ട്, ഇനി മൊട്ടുണ്ടാക്കണം, ഇതൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ലൈനായിട്ടായിരിക്കും വരുന്നത്. നമുക്ക് ഫ്ലവർ മാത്രമല്ല ഓർക്കിഡിൽ വരുന്നത്. ഇപ്പോൾ അത് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കിയെടുത്തതാ നമ്മൾ സെറ്റ് ചെയ്യുന്നത് കാണിച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇതിൽ സൈഡ് വെച്ചിട്ട് നമ്മൾ ചുറ്റി ഒരു ത്രെഡ് വെച്ചിട്ട് കെട്ടുക. ഇപ്പോൾ ഇതിന് ഞാൻ ചെയ്തത് ഫ്ലവർ ഗ്രീൻ ടേപ്പ് ഇല്ലാതെയാണ്. ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി പെർഫെക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റിന് ഗ്രീൻ ടേപ്പ് നമുക്ക് ആ ത്രെഡ് ചുറ്റിയതിന് ശേഷം അതിൻ്റെ മേളിൽ ഗ്രീൻ ടേപ്പ് ചുറ്റുമ്പോൾ തണ്ടിന് കുറച്ചും കൂടി കട്ടി കിട്ടും. നമുക്ക് കുറച്ചും കൂടി കട്ടി കിട്ടുമ്പോഴാണ് ഭംഗി ഫ്ലവർ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മുട്ടുണ്ടാക്കാനാണ്. അതിന് വേണ്ടത് ടിഷ്യൂ പേപ്പർ വേണം. അതുപോലെ കമ്പി ചുറ്റിയിട്ട് ടിഷ്യൂ പേപ്പറിനകത്ത് അത് ടൈറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് ഇങ്ങനെ ഒരു ബോൾ പോലാക്കി നമ്മൾ വലിച്ച് മുറുക്കിയെടുക്കുക. അത് മുറുക്കിയെട്ടിയിട്ട് അതിൻ്റെ മേലിൽ നമ്മൾ ഗ്രീൻ ടേപ്പ് നമ്മൾ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക ചെയ്യുന്നത്. വലിച്ച് ഇതുപോലെ തന്നെ നല്ല ടൈറ്റ് ചെയ്ത് കെട്ടുക. എന്നിട്ട് ഒരു ഷോക്സും കൂടി ഫ്ലവർ ഷോക്സ് ഗ്രീൻ കളറിലെ ഫ്ലവർ ഷോക്സ് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ മേലിൽ വീണ്ടും ചുറ്റിക്കെട്ടുക ചെയ്യുന്നത്. ആ ചുറ്റിക്കെട്ടി കഴിഞ്ഞപ്പോൾ നല്ലൊരു ഭംഗിയായിട്ടൊരു മുട്ടായി നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമുക്ക് കുറച്ച് അമർത്തി കൊടുക്കുക. പിന്നെ പെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പെന്നിൻ്റെ ഒരു തുമ്പ് കൊണ്ടിട്ട് കുറച്ച് അമർത്തി കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഭംഗി കിട്ടും. പിന്നെ അടുത്തത് നമുക്ക് വേണ്ടത് ലീഫാണ്. ലീഫിന് കുറച്ചും കൂടി വലിയ ഇലകളായിട്ട് നമുക്ക് എടുക്കണമല്ലോ, അതുകൊണ്ട് കുറച്ച് വലിയ കമ്പീനെ എടുക്കുക. എന്നിട്ട് അതുപോലെ തന്നെ ടൈറ്റ് ചെയ്ത് കെട്ടിയിട്ട് ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് തന്നെ വീണ്ടും ഒട്ടിച്ച് ലീഫുകൾ സെറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് വീണ്ടും പൂക്കൾ സെറ്റ് ചെയ്യാനും മുട്ടുകൾ സെറ്റ് ചെയ്യാനും നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ മുട്ടുകൾ നമുക്ക് വരിയായി വെക്കുക. ഒന്ന് ഏറ്റവും മേളിൽ ഒരെണ്ണം, പിന്നെ അങ്ങനെ ചെറുതിങ്ങനെ താഴത്തേക്ക് വെച്ച് വരിക. അതിന് ശേഷം നമ്മൾ ഇനി ഫ്ലവർ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ ഇത് വെക്കുന്ന ടൈം തന്നെ നമ്മൾ ഗ്രീൻ ടേപ്പും കൂടി അതിൻ്റെ മേളിൽ കൂടെ ചുറ്റി കൊടുക്കണം. അപ്പോഴാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ ആ കമ്പികളൊക്കെ കാണും, അപ്പോൾ അതിൻ്റെ പെർഫെക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഗ്രീൻ ടേപ്പ് ചുറ്റി വേണം പോകാനായിട്ട്. അങ്ങനെ എല്ലാ ഫ്ലവറും നമ്മൾ സെറ്റ് ചെയ്തിട്ട് ലാസ്റ്റായിട്ട് നമുക്ക് ലീഫ് സെറ്റ് ചെയ്യേണ്ടത്. ലീഫും കൂടി താഴത്ത് ഓരോ ലെയറായിട്ട് അപ്പുറം ഇപ്പുറം ഓരോ ലെയറായിട്ട് നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ വീട്ടിലെന്തെങ്കിലും ഓർക്കിഡിൻ്റെയൊക്കെ ചട്ടി ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ഇതുപോലത്തെ കൊട്ട ഉണ്ടാവുമല്ലോ, അതിനകത്തേക്ക് നമുക്ക് ചിരട്ട വെച്ചിട്ട് സെറ്റ് ചെയ്യാം. ചിരട്ടയും കുറച്ച് പേപ്പറും വെച്ചിട്ട് ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് എവിടെയെങ്കിലും തൂക്കിയിടാം. കുറച്ചുകൂടി ഭംഗിയായിട്ട് നമുക്ക് നല്ല ഭംഗിയിൽ തൂക്കി